ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും സിയാറ്റലിന് പോകുന്ന വഴിയാണ്. അതായത് ഞങ്ങൾ തിരിച്ചത് ലോസ് ഏഞ്ചലസിൽ നിന്നാണ്. അവിടുന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ വന്നു, അവിടുന്ന് സിയാറ്റലിലോട്ട് പോവുകയാണ്. ഒരു വലിയ റോഡ് ട്രിപ്പാണ്. അപ്പം അതിനിടയ്ക്ക് ഇന്ത്യയിലുണ്ടായ ഒരു ഡെവലപ്മെൻറ്റാണ്. അതേപോലെ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആ രാജ്യം വിട്ടു പോകേണ്ടി വരുന്നു. മനസ്സിലാക്കുക, ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പട്ടിണി മാറ്റിയ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. അവരുടെ GDP ഏകദേശം 20 കൊല്ലത്തിലധികം അവിടെ ഭരിച്ചു കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തിൽ പുരോഗതി ഉണ്ടായി, GDPയിൽ വർധനവുണ്ടായി, പട്ടിണി മാറ്റി. അതായത് അയൺ ഫിസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി എന്നാ പറയുന്നത് ലോകത്തിൽ ഇന്ന് വരെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികളിൽ. അപ്പം അതിനു മുമ്പൊക്കെ പറയുന്ന മാർഗ്രറ്റ് താച്ചർ, ഇന്ദിരാഗാന്ധിയാണ്. അതിൻ്റെ റെക്കോർഡിനെയൊക്കെ ബ്രേക്ക് ചെയ്താണ് ഷെയ്ഖ് ഹസീന ആ പദവിയിലോട്ട് പോകുന്നത്. പല കാര്യങ്ങളിലും അവരുടെ പല പെരുമാറ്റത്തോടും എനിക്ക് യോജിപ്പില്ല. കാരണം ജനാധിപത്യം നശിപ്പിച്ചു ആ രാജ്യത്ത്. ആരെങ്കിലും പ്രതിപക്ഷക്കാർ എന്തെങ്കിലും പറയണം, അവരെ പിടിച്ച് ജയിലിലിടും. അതായത് ഒരു അയൺ ഫിസ്റ്റ് ലേഡി തന്നെയായിരുന്നു ഷെയ്ഖ് ഹസീന. അവർക്ക് അവസാനം അവരുടെ പിതാവാണെങ്കിലും കുടുംബവും എല്ലാം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്തിന് വേണ്ടി ബലി കൊടുത്തവരാണ്. അവസാനം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്തു നിന്ന് അവർക്ക് ഒളിച്ചോടേണ്ട സ്ഥിതിയിലേക്ക് വന്നു. ഇനി നമ്മളെ സ്ഥിതി എന്താണ്, ഇതിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, റിസർവേഷനാണ് ആ പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് 71 വാറിൽ പങ്കെടുത്ത വാർ വെറ്ററൻസ്, അതേപോലെ സ്വാതന്ത്ര്യ സമര സേന, അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ പേരക്കുട്ടികൾക്കും ഒക്കെ കൊടുക്കുന്ന റിസർവേഷൻ. അപ്പോൾ എല്ലാ റിസർവേഷനും മറ്റുള്ള റിസർവേഷൻ എല്ലാം കൂടെ കൂട്ടുമ്പോൾ അത് ഏകദേശം 80% മുകളിലാകുന്നു. അതിനെ അവിടുത്തെ സുപ്രീം കോടതി ഇടപെടുന്നു. അത് 5+1, അതായത് 5+1 6% കൊണ്ടുവരുന്നു. അതിനെ അംഗീകരിക്കുവാൻ അവിടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന അവിടുത്തെ ഗവൺമെൻറ്റിന് സാധിക്കില്ല. കാരണം അവരുടെ വോട്ട് ബാങ്കാണ്. അതിൻ്റെ പേരിലാണ് പ്രക്ഷോഭം ശക്തമാകുന്നു. അവസാനം അവർ നാട് വിടേണ്ട ഗതികേടായി. ഇനി നമ്മൾ ഈ റിസർവേഷനുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എടുക്കാം. റിസർവേഷൻ ഇന്ത്യയിലും വലിയ ഇഷ്യൂ ആണ്. ഈ പറയുന്ന പോലെ അതേപോലെ പ്രക്ഷോഭം ഇന്ത്യയിലും ഉണ്ടാകാൻ അധികം ദിവസങ്ങളില്ല. അതാണ് ബംഗ്ലാദേശ് തരുന്ന ഏറ്റവും വലിയ ചാപ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ. കർണാടകയിൽ ഓരോ സ്റ്റേറ്റുകൾ ഇപ്പോൾ ഓരോ രീതിയിലുള്ള റിസർവേഷനാണ്. SC ആൻഡ് ST റിസർവേഷൻ ഫൈൻ, അത് കഴിഞ്ഞ് OBC റിസർവേഷൻ, മറ്റുള്ള റിസർവേഷൻ, ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴും ഇന്ത്യയിലും ഏകദേശം റിസർവേഷൻ 80% മുകളിലേക്ക് പോവുകയാണ്. ഇന്ത്യയിലും ഈ പ്രശ്നം ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ട്. കഴിഞ്ഞ സമയത്ത് ഈ OBC റിസർവേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പൊളിറ്റിക്കൽ പാർട്ടി, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ആണെങ്കിലും BJPക്കകത്തുള്ള അപ്നാദളാണെങ്കിലും മറ്റു പല പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും മഹാരാഷ്ട്ര ഉൾപ്പെടെ ഉള്ളിടത്ത് പ്രശ്നങ്ങളാണ്. ഇതാണ് ഇഷ്യൂ. അതായത് റിസർവേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യയിൽ വെട്ടിക്കുറയ്ക്കേണ്ട സമയമായി. ഇതാണ് അൾട്ടിമേറ്റായിട്ട് പറയേണ്ട ഒരു സംഭവം. കാരണം ജനറൽ മെറിറ്റിൽ കുട്ടികൾക്ക് പ്രവേശനവും അതേപോലെ ജോലിയും മറ്റുള്ള കാര്യങ്ങളും കൊടുത്താൽ മാത്രമേ ഇന്ത്യയിൽ ഈ കുട്ടികൾ ഇന്ത്യയിൽ പഠിക്കുകയുള്ളൂ. അതൊരു വല്ലാത്തൊരു ചോദ്യമാണ് ഈ സംഭവം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും ഇത്രയും വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്? ഇതും ചോദ്യമാണ്. ഇതിൻ്റെയൊക്കെ ചോദ്യോത്തരമൊക്കെ വളരെ കൃത്യമാണ്. റിസർവേഷൻ ഒരു മാറ്റർ തന്നെയാണ്. കാരണം ജനറൽ മെറിറ്റിൽ സീറ്റുകൾ ഇല്ലാതായി. 80-85% ഇന്ത്യയിൽ ഇതേപോലെയുള്ള റിസർവേഷനിൽ കൂടെ പല ആളുകൾക്കും സീറ്റ് കിട്ടുമ്പോഴും യോഗ്യതയില്ലാത്തവർക്ക്, അപ്പോൾ ഈ പറയുന്ന ജനറൽ മെറിറ്റിൽ വരുന്നവർക്ക് സീറ്റ് കിട്ടുന്നില്ല. ഇന്ത്യയിലും പ്രക്ഷോഭത്തിന് വലിയ സമയമൊന്നും എടുക്കുകയില്ല. അവിടെയാണ് നമ്മൾ മോദി ഗവൺമെൻറ്റിനെ മനസ്സിലാക്കേണ്ടത്. കാരണം കാസ്റ്റിസം, അതേപോലെ ജാതി, ഇങ്ങനെയുള്ള സംഭവം ഇല്ലാതാക്കുവാൻ വേണ്ടി മോദി പരമാവധി പ്രയത്നിച്ച മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഇവരെല്ലാം പക്ഷേ റിസർവേഷൻ അനുകൂലമാണ്. അതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വ്യക്തമായ കാഴ്ച. ഇനിയും കർണാടകയിൽ പ്രാദേശിക റിസർവേഷൻ വേണം. കർണാടകയിൽ അതേപോലെ പല സ്റ്റേറ്റുകളിലൊക്കെ റിസർവേഷന് വേണ്ടി അങ്ങ് മത്സരിക്കുകയാണ്, വോട്ട് ബാങ്കിന് വേണ്ടി.
പക്ഷേ ഇത് പോകുന്ന പോക്കാണെങ്കിൽ അതിഭീകരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ഇന്ത്യ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുകയില്ല. അതായത് ഈ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത്, ബംഗ്ലാദേശിൽ നടന്ന റിസർവേഷൻ പ്രക്ഷോഭം എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യയിലുണ്ടാകും. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഈ രാഷ്ട്രീയക്കാർ വളരെയധികം പാഠം പഠിക്കേണ്ട ഒരു വസ്തുതയാണ് റിസർവേഷനെ പറ്റി നമ്മൾ കാണുന്നത്. കാരണം നിങ്ങൾക്ക് സാമൂഹിക സ്ഥിതി എത്രമാത്രം നിങ്ങൾ അനുയോജ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം ഇന്ത്യയിൽ സോഷ്യൽ റിഫോംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന റിസർവേഷൻ്റെ എണ്ണം കുറച്ചിട്ട് അത് മിനിമം രീതിയിൽ കൊണ്ട് ആവശ്യമുള്ളവർക്ക്, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള റിസർവേഷൻ ഇവിടെ കൊണ്ടുവരണം. അതാണ് ഇവിടുത്തെ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ചെയ്യേണ്ട ഏറ്റവും പ്രാഥമികമായ കാര്യം. കേരളത്തിൽ തന്നെയാണെങ്കിലും പലയിടത്തും പല സർക്കാർ ഓഫീസുകൾക്ക് റിസർവേഷൻ്റെ മറവിലാണ് പലർക്കും പലതും കിട്ടുന്നത്. ഇതൊക്കെ ഈ ജനറൽ മെറിറ്റിലുള്ള ഇത് ഔട്ടായി പോയവരിതൊക്കെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പം നാളെ മറ്റൊരു പ്രക്ഷോഭം ഇന്ത്യയിലും അതേപോലെ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ ബംഗ്ലാദേശ് തന്നെയാണ് മുമ്പിൽ കാണുന്ന ഏറ്റവും വലിയ സത്യം. കാരണം ആ രാജ്യത്തിന് സംഭാവന കൊടുത്ത് ആ കുടുംബത്തെ മുഴുവനും അവരുടെ വീടടിച്ചു പൊളിക്കുന്നു, നാശമാക്കുന്നു. പട്ടാളത്തെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാതായത്, പട്ടാളത്തെ കൊണ്ട് പോലും അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ബംഗ്ലാദേശിലുണ്ടായത്. ഇനി മറ്റൊരു വസ്തുത, ബംഗ്ലാദേശിലുള്ള പട്ടാളക്കാരുടെ മക്കൾക്ക് പോലും റിസർവേഷൻ കിട്ടുന്നുണ്ട്. എന്നിട്ട് പോലും പട്ടാളം ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ കൂടെ നിന്നു. ഇതാണ് നമ്മൾ ഇന്ത്യയിലും പഠിക്കേണ്ട പാഠം. റിസർവേഷൻ എന്ന് പറയുന്ന സമ്പ്രദായം ഇന്ത്യയിൽ ഇല്ലാതാക്കിയിട്ട് ഈ പറയുന്ന സാമ്പത്തിക രീതിയിലുള്ള റിസർവേഷനിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. അല്ലെങ്കിൽ മുമ്പിലുള്ള ബംഗ്ലാദേശാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന ഏറ്റവും വലിയ പാഠം.